തിരുവനന്തപുരത്തേക്ക് പോയാൽ KPC പ്രസിഡന്റ് അടക്കം അമൽ തിരുവനന്തപുരത്താണല്ലോ. ഇന്ദിരാഭവനിൽ എന്താണ് ആലോചന? ഏത് ടീമിനാണ് ഇപ്പോൾ കൂടുതൽ ഉത്സാഹം, കൂടുതൽ ആവേശം? സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ടു കൂട്ടർക്കും വേണ്ടി അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ച് പോസ്റ്ററുകൾ വരുന്നു. ഇനി സമയമില്ല. ഒരു കോൾ വരിക എന്നുള്ളതാണ് പ്രധാനം. ആ കോൾ വന്നു, ബെല്ലടിച്ചു, അകത്ത് ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ അമൽ? അഭിലാഷ്, ഇവിടെ നിന്നും അങ്ങനെ ഒരു ഫോൺ കോൾ എത്തിയതിൻ്റെ ഒരു സൂചനകളൊന്നും ഇല്ല. രമേശ് ചെന്നിത്തല അകത്താണുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഓഫീസിനകത്തുള്ളത്. വീടിൻ്റെ തൊട്ട് മുന്നിലായുള്ള ഓഫീസ്. ആ ഓഫീസിനകത്ത് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നടി പ്രിയങ്ക നേരത്തെ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കാനായി ഇവിടെ ഒരു ബൊക്കയുമൊക്കെയായി എത്തിയിരുന്നു. അപ്പോൾ അവർ മാത്രമാണ് അകത്തുള്ളത്. മറ്റ് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും നമുക്ക് അകത്ത് അല്ലെങ്കിൽ അകത്തു നിന്നും വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വിധത്തിലുള്ള ആളുകളില്ല. ഒരുപാട് സമയമായി അകത്ത് കഥ കടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇടയ്ക്ക് സ്റ്റാഫുകൾ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇന്നലെ പക്ഷേ അതായിരുന്നില്ല സ്ഥിതി. പുറത്ത് ആളുകളൊക്കെ വന്ന സമയത്ത് പലപ്പോഴായി രമേശ് ചെന്നിത്തല പുറത്തിറങ്ങിയ ആളുകളെ കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും അകത്തേക്ക് പോകുന്നതാണ് കണ്ടത്. ഇപ്പോഴെന്തായാലും ആ വീടിന് അകത്ത് തന്നെ രമേശ് ചെന്നിത്തല ഉണ്ട്. വലിയ പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പും. VD സതീശൻ്റെ ക്യാമ്പിൻ്റെ പ്രതീക്ഷയും KCയുടെ ക്യാമ്പിൻ്റെ പ്രതീക്ഷയും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പ്രതീക്ഷയിൽ തന്നെയാണ് RC ക്യാമ്പും ഉള്ളത്. ഏറ്റവും ഒടുവിൽ ഒരു നിർണായക തീരുമാനം വരും. ആ തീരുമാനം RCക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് RC അനുകൂലികൾ ഇപ്പോഴും കരുതുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെ കൺസെൻസസ് കാൻഡിഡേറ്റായി രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയാകാം. ഈ മൂന്ന് നേതാക്കളിൽ രതീഷ് ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തലയാണ്. 69 വയസ്സുള്ള രമേശ് ചെന്നിത്തല, VD സതീശൻ KSUവിന്റെ എറണാകുളം ജില്ലയിലെ നേതാവായിരിക്കുന്ന സമയത്ത് സംസ്ഥാന ക്യാബിനറ്റിലെ കരുണാകരൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. മാത്രമല്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്നത്തെ KSUവിന്റെ പ്രസിഡന്റായിരുന്നു KC വേണുഗോപാൽ. അപ്പോൾ ആരെക്കാളും മുതിർന്ന നേതാവാണ്. അപ്പോൾ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഏത് തരത്തിലാണ് ഹൈക്കമാൻഡ് അനലൈസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്ലോസ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രി കാര്യത്തിൽ ചർച്ച നടക്കുമ്പോൾ ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്? രമേശ് ചെന്നിത്തല എന്ന സീനിയർ നേതാവാണോ, അതോ പ്രതിപക്ഷ VD സതീശനാണോ, അതോ KC വേണുഗോപാലാണോ എന്ന വലിയ ചോദ്യം. ആ ഉദ്യോഗം ഇപ്പോഴുമുണ്ട്. ഒരു ക്യാമ്പിലും പലയിടത്തെ സന്ദേശങ്ങൾ വരുന്നുണ്ട്, പലരുടെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഒരിടത്തും ഒരു വ്യക്തതയില്ല. ഇപ്പോഴും ഒരിടത്തും ഒരു ഫോൺ കോൾ വന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. നമുക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് പോകാൻ കഴിയും.